ബിഗ് ബോസ് സീസൺ 6-ൽ ഏറ്റവും കൂടുതൽ വിമർശനം കേൾക്കേണ്ടി വന്ന കോംബോ ആയിരുന്നു ഗബ്രി ജാസ്മിൻ കോംബോ. വോട്ടിനു വേണ്ടിയാണ് ഇരുവരും സൗഹൃദം അഭിനയിക്കുന്നതെന്നാണ് വീടിനകത്തും പുറത്തും നടന്ന ചർച്ച. എന്നാൽ ബിഗ് ബോസിന് പുറത്തിറങ്ങിയ ശേഷവും ഗബ്രിയും ജാസ്മിനും സൗഹൃദം തുടരുന്നു. ജാസ്മിന്റെ പിറന്നാൾ ഗബ്രി വളരെ ഗംഭീരമായി ആഘോഷിച്ചിരുന്നു. അതുപോലെ അടുത്തിടെ ഗബ്രിയുടെ പിറന്നാൾ ജാസ്മിനും വളരെ ഗംഭീരമാക്കി. ഇപ്പോഴിതാ സാനിയയോടൊപ്പം കേക്ക് മുറിച്ച് വീട്ടിൽ ബർത്ത്ഡേ ആഘോഷിക്കുന്ന ഗബ്രിയുടെ വീഡിയോയാണ് വൈറലായി മാറിയിരിക്കുന്നത്. ജാസ്മിനും ഈ വീഡിയോയിൽ ഗബ്രിയോടൊപ്പമുണ്ട്. എന്നാൽ ഫോട്ടോകളിലൊക്കെ വളരെ പിന്നിലായാണ് ജാസ്മിനെ കാണുന്നത്. ഇതോടെയാണ് സോഷ്യൽ മീഡിയയിൽ സംസാരമായത്. കസ്തൂരിമാനിലെ മീര ജാസ്മിന്റെ അവസ്ഥ വരുമോ ജാസ്മിൻ എന്നാണ് ചോദ്യം. ഗബ്രിക്ക് സാനിയ കേക്ക് മുറിച്ച് കൊടുക്കുന്നതൊക്കെ വീഡിയോയിലുണ്ട്. എന്നാൽ ആ സമയത്തൊന്നും ജാസ്മിനെ കാണുന്നുമില്ല എന്നാണ് കമന്റുകൾ. എന്നാൽ ജാസ്മിനെ ഗബ്രി ഒഴിവാക്കുന്നില്ല, അവർക്കൊപ്പം ഉണ്ടല്ലോ എന്നാണ് മറ്റു ചിലർ ചോദിക്കുന്നത്. നിരവധി കമന്റുകളാണ് വീഡിയോയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അറിയാത്തവർക്ക് വേണ്ടി ഒരു കാര്യം പറയാം. ബാക്കി ഫ്രണ്ട്സ് വീട്ടിൽ വരുന്നതിന് കുറെ മുൻപേ ജാസ്മിൻ ഗബ്രിയുടെ വീട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. വൈകുന്നേരം ഗബ്രി ലൈവ് വന്നപ്പോൾ ജാസ്മിൻ കൂടെ ഉണ്ടായിരുന്നു. ജാസ്മിൻ സൈഡായി എന്ന് പറയുന്നവരോട് ഇതിൽ ഇട്ടിരിക്കുന്ന വീഡിയോയെല്ലാം സാനിയയുടെ സ്റ്റോറിയിൽ നിന്ന് എടുത്തിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ സാനിയ ആയിരിക്കില്ലേ സാനിയയുടെ സ്റ്റോറിയിലെ മെയിൻ എന്നാണ് ഒരു കമന്റ്. എന്നാൽ ജാസ്മിൻ ശരിക്കും സൈഡായി. ആരാടാ ജാസ്മിനെ പുറകിൽ നിർത്തിയത്? ഗബ്രിക്ക് മാച്ച് സാനിയ ആണ് എന്നിങ്ങനെയുമുണ്ട് കമന്റുകൾ. ഗബ്രിക്ക് ജാസ്മിനോട് സ്നേഹമില്ലെന്നും സഹതാപമാണെന്നും ചിലർ കമന്റ് ഇടുന്നു. എന്നാൽ ജാസ്മിൻ ഗബ്രിയുടെ നല്ല സുഹൃത്താണെന്നും പ്രണയമല്ലെന്നും അവർ പറഞ്ഞതല്ലേ എന്നും ചിലർ ചോദിക്കുന്നുണ്ട് താനും. വളരെ ലക്ഷങ്ങൾ ചിലവിട്ടാണ് ഗബ്രിയുടെ പിറന്നാളിന് ജാസ്മിൻ സർപ്രൈസായി പാർട്ടി ഒരുക്കിയതും സമ്മാനങ്ങൾ നൽകിയതും. സിജോയോടൊപ്പമായിരുന്നു ഗബ്രിയുടെ പിറന്നാളിന് വേണ്ടി ഷോപ്പിംഗ് ചെയ്യാൻ ജാസ്മിൻ പോയത്. വളരെ സർപ്രൈസ് ആയിരുന്നു ജാസ്മിന്റെ പാർട്ടി. ഗബ്രി ഇതൊന്നും അറിഞ്ഞിരുന്നില്ല. പാർട്ടി കണ്ടപ്പോൾ ഗബ്രി വളരെ ഷോക്കാകുന്നതും അന്നത്തെ വീഡിയോയിൽ ഉണ്ടായിരുന്നു. താൻ ഇതുവരെ ഇങ്ങനെയൊരു ബർത്ത്ഡേ ആഘോഷിച്ചിട്ടില്ലെന്നും താൻ ഈ ദിവസം ഓർക്കാറില്ലെന്നു കൂടി ഗബ്രി പറഞ്ഞു. ജാസ്മിനോട് അന്ന് ഗബ്രി നന്ദി പറഞ്ഞിരുന്നു. തനിക്ക് വേണ്ടി ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നതിന് വളരെ നന്ദി എന്നാണ് ജാസ്മിനോട് ഗബ്രി പറഞ്ഞത്. മറ്റൊരാളും തനിക്ക് വേണ്ടി ഇങ്ങനെ ചെയ്യില്ലെന്നും ഗബ്രി അന്ന് പറഞ്ഞിരുന്നു. മാത്രമല്ല സോഷ്യൽ മീഡിയ മുഴുവൻ അന്ന് ജാസ്മിനോട് പറഞ്ഞത് ആരും ആർക്കും വേണ്ടിയും ഇങ്ങനെ ഒരു കാര്യം ചെയ്യില്ല, നിങ്ങൾ തന്നെയാണ് ചേരേണ്ടത് എന്നുകൂടിയായിരുന്നു.